ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ഇന്നലെ നമുക്ക് ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. എങ്കിലും 25,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് നമുക്ക് പറ്റി. ഇന്നലെ FIs സെല്ലേഴ്സ് ആയിരുന്നു. 1,200 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. റിലയൻസും ജിയോ ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇന്നലെ പോസിറ്റീവായിട്ട് നിലകൊണ്ടു. റെയിൽവേ കമ്പനീസും പോസിറ്റീവായിട്ട് നിലകൊണ്ടു. ഡിഫൻസ് സെക്ടറും പോസിറ്റീവായിട്ട് കൊണ്ടുണ്ടായിരുന്നു. ഇന്നിനിയിപ്പോൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിച്ച് വരാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും താഴെ US മാർക്കറ്റ് രണ്ടും പോസിറ്റീവാണ്. നാസ്ഡാക്കൊക്കെ ഇപ്പോൾ ഓൾ ടൈം ഹൈ ആണ്, 22,000 എത്തി. യൂറോപ്യൻ മാർക്കറ്റ് മൂന്നും മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. പൊതുവെ പോസിറ്റീവ് എന്ന് പറയാം. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നത് കാണാം. എവിടെയും റെഡ് മഴയൊന്നുമില്ല, എല്ലാ സ്ഥലത്തും ഒരു ഫ്ലാറ്റായ രീതിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ബുധനാഴ്ച വൈകിട്ടാണ് നമുക്ക് US നിന്ന് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം ആ ഒരു ഡേറ്റയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ വൈകിട്ട് പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇങ്ങനെയുള്ളൊരു ഈവൻ്റ് ഉണ്ട് എന്നൊന്ന് മനസ്സിലൊന്ന് വെച്ചേക്കുക. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അദാനി എൻ്റർപ്രൈസസ് കമ്പനിക്ക് 4,081 കോടി രൂപയുടെ ഓർഡർ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു ഓർഡർ കിട്ടി. JSW ഇൻഫ്ര കമ്പനിക്ക് 30 വർഷത്തെ ഒരു കോൺട്രാക്റ്റ്, ഒരു പോർട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് കിട്ടി. മാരുതി കമ്പനി 10 ലക്ഷം രൂപയുടെ അവരുടെ പുതിയ SUV വിക്ടോറിയസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. 21 വേരിയൻറ്റിലും 10 ഡിഫറെൻറ്റ് കളറിലാണ് വാഹനം വിപണിയിലേക്ക് വരുന്നത്. NTPC ഗ്രീൻ കമ്പനി 25 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ സോളാർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ ഇവർ ആരംഭിച്ചിരിക്കുന്നു. വിപ്രോ IT കമ്പനിയാണ്. ക്രൗഡ് സ്ട്രൈക്കായിട്ട് പുതിയ AI ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സംഘവി മൂവേഴ്സ് കമ്പനി ഇവർക്ക് 292 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ട്രാൻസ്ട്രൈൽ ലൈറ്റിംഗ് കമ്പനി 421 കോടി രൂപയുടെ ഓർഡർ ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ചു. സൈഡസ് ലൈഫ് സയൻസ് കമ്പനി പുതിയ മെഡിസിന് ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. NCCക്ക് 2,900 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ ബീഹാർ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഗുഡ്ലക്ക് ഇന്ത്യ കമ്പനിക്ക് 48 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മിശ്ര ധാതു നിഗം കമ്പനിക്ക് 136 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സന്തൂർ മഗ്നീസ് കമ്പനി 2:1 ബോണസ് ഷെയർ കൊടുക്കുന്നുണ്ട്. ഐക്യൺ ഇൻ്റർനാഷണൽ കമ്പനി 100 മെഗാവാട്ടിൻ്റെ പുതിയ പ്ലാന്റ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. ഇനി നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റിയുടെ എക്സ്പയറി ആണല്ലോ ഇന്ന്. 25,000 ആണ് സ്പോട്ട്, 25,069 സ്പോട്ട്. 25,000 മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. 25,100 25,200 എല്ലാം തന്നെ റെസിസ്റ്റൻസ് സോണുകളാണ്. PCR ഏറ്റവും ടോപ്പിൽ കാണാം 0.1 ആണ്. 0.1 അല്ല 1 ആണ്. ഇതാണ് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ടൊക്കെ എത്താം. ചാനൽ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.